നമസ്തേ, ഞാൻ ശിവറാം ബാബു ഉമ്മർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് സംസാരിക്കുന്ന ഉത്തരം നക്ഷത്രത്തിൻ്റെ 2025 വർഷത്തിലേക്കുള്ള ഫലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ജനിച്ച പ്രമുഖരായ ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ ശിവസേനയുടെ ലീഡറായിരുന്ന ഒരു സ്പിരിച്വൽ ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രീയക്കാരൻ മാത്രമല്ലായിരുന്നു. ബാലസാഹേബ് താക്കറെ, നമ്മുടെ ഹിന്ദിയിലെ വളരെ മരണപ്പെട്ടു പോയ ഉന്നതകളിലെ നായകനായിരുന്ന രാജേഷ് ഖന്ന, പിന്നെ നമ്മുടെ ലോക ടെന്നീസ് കിരീടം വളരെ കാലം വച്ചിരുന്ന സെറീന വില്യംസ്, ഇവരൊക്കെ ഇതിൽ ജനിച്ചു വരാം. അപ്പം എന്താണ് ഞാനിന്ന് പറയുന്നത്? ഉത്തരം നക്ഷത്രത്തിൻ്റെ പരിഹാരങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. എല്ലാവർക്കിതാ പരിഹാരങ്ങൾ പറയുന്നുണ്ട്, രത്നനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്, ഭാരതീയമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ പറയുന്നുണ്ട്, നല്ല മാസങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ കേൾക്കുന്നതിന് ഞാൻ താല്പര്യപ്പെടും. ഇതിൻ്റെ ദേവത, എല്ലാത്തിനും ആചാര്യൻ ദേവത, പക്ഷി, മൃഗം, ഭൂതമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് ആദിത്യനാണ്, ഭഗനാണ്. ഭഗനാര ബ്രഹ്മപുത്രനായ കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ അതീതിയിൽ ജനിച്ച 12 ആദിത്യന്മാരിൽ ഒരാളാണ് ഭഗൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പര്യായമാണ്. അപ്പോൾ സൂര്യനായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്കിലെടുത്ത് പറയാൻ പറ്റും. എന്താണ് ഭഗൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രത്യേകത? സ്വന്തം വെളിച്ചവും ഊർജ്ജവും കൊണ്ട് ജീവൻ പ്രദാനം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്ന സൂര്യൻ അഥവാ ആദിത്യൻ കശ്യപൻ്റെ മൂത്ത പുത്രനായിട്ടാണ്, ആ കശ്യപൻ്റെ പുത്രന്മാരുടെ ഒരാളായിട്ടാണ് ഈ അറിയപ്പെടുന്നത്. ഇരുട്ടിനെ അകറ്റി വെളിച്ചവും നിറങ്ങളും പ്രദാനം ചെയ്യുന്ന ദിവാകരൻ പകലിൻ്റെ ദൈവമാണ്. മനുഷ്യന് ആവശ്യമായ ബുദ്ധിയും പ്രദാനം ചെയ്യുകയും തിന്മകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആചാര്യന്മാർ രവിയെ ആദിത്യനെ സങ്കല്പിച്ചിരിക്കുന്നത് ലോകനാഥനും സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായും ഭൂമിയിൽ കൊടുങ്കാറ്റും പ്രളയവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നവനായിട്ടാണ്. അപ്പോൾ ആത്മാവ്, പിതാവ്, ശരീരസുഖം, പ്രതാപം, ഗവൺമെൻറ്, വീര്യം, അധികാരം ഒക്കെ നമുക്ക് ഈ സൂര്യനെ കൊണ്ടാണ് നമ്മൾ ആദിത്യനെ കൊണ്ട് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദിത്യൻ അല്ലെങ്കിൽ ഭഗൻ എന്ന് പറയുന്ന ദേവത, ഒട്ടകം എന്നാണ് പക്ഷിയുടെ മൃഗത്തിൻ്റെ പേര്, കാക്കയാണ് പക്ഷി, ഭൂതം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഇവരെല്ലാം കൂടെ വച്ചിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ ഉത്തരക്കാര്യം എങ്ങനെയാണ്. അപ്പോൾ ഭഗൻ്റെ സ്വാധീനം കൊണ്ട് ശരിക്കും കാണാവുന്ന ആൾക്കാരാണ് മനുഷ്യഗണത്തിൽപ്പെടുന്ന ഈ ഉത്തരം ജനിച്ചവർ. സൗന്ദര്യം, സൗഭാഗ്യം, ആത്മാർത്ഥത, സദാചാരബോധം, ഈശ്വരഭക്തി ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. വിജയിക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും വിശാല മനസ്കരായ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. വിജയിക്കാൻ വേണ്ടി ഒരു കഠിനമായി പ്രയത്നിക്കും. കാര്യം അവർക്ക് അന്തസ്സും അഭിമാനവും ഒക്കെ വലുതാണ്. ഏത് ഗ്രൂപ്പിൽ പോയാലും തല ഉയർത്തി തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആദിത്യനായതിനാൽ കുറച്ച് തലക്കനം കൂടിയിരിക്കും. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സൂര്യൻ ഗ്രഹരാജാവാണ്, തലക്കനം കൂടിയിരിക്കും. പെട്ടെന്നൊന്നും ആർക്കും താഴ്ന്നു കൊടുക്കില്ല. പ്രശസ്തിയിൽ താല്പര്യമുണ്ട്, ഇല്ല എന്നല്ല. ഏത് ഗ്രൂപ്പിൽ പോയാലും അവിടെ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഈ ഉത്തര നക്ഷത്രക്കാർ. മൃഗമാണെങ്കിലും ഒട്ടകത്തിന് എന്താ പ്രത്യേകത അറിയോ? സൂര്യതാപം സഹിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവാണ് ഒട്ടകത്തിനെ വ്യത്യസ്തനാക്കുന്നത്. പഞ്ഞകാലം വരുന്നത് മുൻകൂട്ടി കണ്ട് അന്നേക്ക് ആവശ്യമായ ആഹാരം അഥവാ ജലം സംഭരിച്ച് വയ്ക്കാനുള്ള കഴിവും ഒട്ടകത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഉത്തരനാളുകാരുടെ സഹനശക്തിയും മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള കഴിവുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ കാക്ക, നമ്മുടെ പരിസരമൊക്കെ ശുചിയാക്കുന്ന കാക്കയാണ്. മറ്റുള്ളവർ കാക്ക ഒരു ബഹുമാനത്തോടു കൂടിയും പേടിയോടും കൂടിയാണ് കാണുന്നത്. ബഹുമാനമല്ല, പേടിയാണ്. ഈ ബലിച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയ പേടിയുള്ളത്. അപ്പോൾ അത് ഈ ഉത്തരനാളുകൾക്ക് ബന്ധമുണ്ട്. ഈ ഉത്തരക്കാരെ കൂടുതൽ അടുത്തിറങ്ങിയ ചെറിയ പേടിയും ബഹുമാനമൊക്കെ ഓരോട് തോന്നും. കാര്യം ഇവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല റൈറ്റ് പീപ്പിൾ, അവർ ഒരു ഗ്രൂപ്പിനെയൊക്കെ അവർ സെലക്ട് ചെയ്യും. ആ ഗ്രൂപ്പിനോട് മാത്രമേ അവർ യോജിച്ച് പോകുള്ളൂ. അല്ലാതെ എല്ലാവരുടെ അടുത്തുമായിട്ട് യോജിക്കുന്ന ഒരു ടൈപ്പല്ല. റിസർവ്ഡാണ്, ലീഡറാണ്. അവർ മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധരായ ആൾക്കാരാണ്, അർഹരാണെങ്കിൽ മാത്രം. ഏൽപ്പിച്ച ജോലി, അവരെ ഒരു ജോലി ഏൽപ്പിച്ച് വളരെ ഡെഡിക്കേഷനോട് ചെയ്യും. അവിടെ അവന് കള്ളത്തരമൊന്നുമില്ല. സ്റ്റേബിൾ മൈൻഡാണ്. അവർ ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് മാറുന്ന മനസ്സൊന്നുമില്ല. ചാമിങ് ആണ്. അവരെപ്പോഴും നല്ല നീറ്റ് ഡ്രസ്സ് ചെയ്ത് അവരുടെ ബ്യൂട്ടിയൊക്കെ അവർക്ക് അവർ ബ്യൂട്ടിഫുള്ളാണ്. അവർ സ്വാതന്ത്ര്യമുള്ളവർക്ക് അറിയാം. ഞാൻ
സ്വാതന്ത്ര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കുഴപ്പമുണ്ടൊക്കെ അറിയാം, അതനുസരിച്ചിട്ട് നന്നായിട്ട് ചെയ്യും. സെൽഫ് സഫീഷ്യൻ്റാണ്. ചില സമയത്ത് ഷൈ ആകാറുണ്ട്. റൈറ്റ് പീപ്പിൾ അല്ല, അവരുടെ ഒരു യോജിക്കുന്നതല്ലെങ്കിൽ ഷൈ ആയിക്കണം, ബാക്കിലോട്ട് മാറില്ല. അംബീഷ്യസ് ആണ്. പിന്നെ പലപ്പോഴൊക്കെ സ്വയം പുകഴ്ത്താനൊക്കെ ഒരു താല്പര്യമുള്ളവരാണ്. സ്വയം നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുകഴ്ത്തും. അപ്പോൾ പ്രൗഡാണ്, അഭിമാനവും ഒക്കെ ഉള്ളവരാണ്. അഹങ്കാരവും ഉണ്ട് ഒരു പരിധിവരെ. റോയലാണ്. അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ സ്പെഷ്യലാണ്, ഞാൻ റോയലാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് ഈ ഉത്തര നക്ഷത്രം 2 ഭാഗങ്ങളായിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഭാഗം ചിങ്ങരാശിയിലും, രണ്ടാമത്തെ ഭാഗം ബാക്കി മെജോറിറ്റി 2, 3, 4 ഭാഗങ്ങൾ നിൽക്കുന്നത് കന്നിരാശിയിലുമാണ്. അപ്പോൾ ആദ്യത്തെ ക്വാർട്ടറിൻ്റെ പ്രത്യേകത ഉണ്ട്. അത് രവിയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. രവിയുടെ രാശി ചിങ്ങത്തിലാണ്. രണ്ടാമത്തെ ഭാഗം 2, 3, 4 പിന്നെ പാദത്തിൽ ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബുധനിലാണ് നിൽക്കുന്നത്, കന്നിയിലാണ്. കന്നിയിലാകുമ്പോൾ വിദ്യാഭ്യാസം, ഒരു ഇൻ്റലിജൻസ് എല്ലാം കൂടും, യുവത്വം കൂടും, അങ്ങനെയൊക്കെ പറയാം, സൗന്ദര്യമെല്ലാം കൂടും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരെ പറ്റി പറയാം. രണ്ടുപേരോടും തമ്മിൽ പറയാം. ഇപ്പോൾ അവരുടെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ആദ്യത്തെ ഭാഗമായ ഉത്തര നക്ഷത്രത്തിൽ എന്ന് പറയാം 7 കണ്ടശനി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ശനിയാണ്. ആ ശനി മാർച്ച് 29 മാറി 8 പോകുന്നത്, മീനത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി 7 നിന്നാലും അതുപോലെ 8 നിന്നാലും ഒരേപോലെ തന്നെ. അപ്പോൾ ശനിയെ കൊണ്ടുള്ള ഗുണങ്ങളൊന്നും ഇപ്പോൾ അവർക്കില്ല. വ്യാഴമാണ് നമ്മൾ രണ്ടാമത് ആലോചിക്കുന്നത്. വ്യാഴം മെയ് 15 വ്യാഴം മിഥുനത്തിലോട്ട് മാറും. അത് മാറുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 11 വ്യാഴം വരികയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് 29 വരെ ഉള്ള സമയകാലം ഇനി വരാൻ പോകുന്ന 3 മാസവും ഇവർക്ക് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കണ്ടിന്യൂ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാര്യം കണ്ടശനിയുണ്ട്, വ്യാഴൻ്റെ ഒരു പ്രത്യേകതയില്ല, വ്യാഴൻ്റെ ഒരു ഗുണവും കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ ഈ ഒട്ടത്തിൽ പോലെ പഞ്ഞകാലത്തേക്ക് സംഭരിച്ച് വെച്ച് ആ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. പണ്ടുണ്ടാക്കിയ സംഭവങ്ങൾ വെച്ചിട്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് തന്നെ അറിയാം അവരുടെ പൊസിഷന്. ഒരു പരിധി വരെ ഒരു ചില ഇൻഡ്യൂറ്റീവ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഉത്തര നക്ഷത്രം എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തനാക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട്. കാരണം അവരിപ്പോൾ മര്യാദയ്ക്കിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 15 മെയ് 15 വ്യാഴം മാറുന്നത് ഒരു രാജയോഗ തുല്യമായ ഒരു ഭാഗത്ത് 11 വ്യാഴം വരുന്നത്. വ്യാഴം 11 വരുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. വ്യാഴം 11 വ്യാഴത്തെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ലാഭകാര്യങ്ങളും പേരും പ്രശസ്തിയും എല്ലാം കൊണ്ടുവരുന്ന ഒരു സമയമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ 11 അവസ്ഥ. അപ്പോൾ ഇവർ റെഡിയായി നിൽക്കുക, വ്യാഴത്തിലേക്ക് 11 റെഡിയായി നിൽക്കുക. അപ്പോൾ അവർക്ക് എന്തെല്ലാം മാർഗം അവർ വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള എങ്ങനെയാണ് ഈ സമയം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം മെയ് 15 സമയം നല്ലതല്ല. അതുകൊണ്ട് ഈ ഉത്തര നക്ഷത്രക്കാർ ചിങ്ങൻ രാശിയിലുള്ളവരുടെ വർഷം തുടങ്ങുന്നത് മെയ് 15 എന്ന് അവർ വിചാരിച്ചാൽ മതി. ഒരു 3-4 മാസം ഇപ്പോൾ ഉള്ളവരങ്ങ് പോകുമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ ആർക്കെല്ലാം എല്ലാവർക്കും ഗുണം കിട്ടും ഈ മെയ് 15 കഴിയും. എങ്കിലും ഒരു സ്പെഷ്യലൈസ് പറയാം. ചാരിറ്റബിൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട വർക്കുണ്ട്, ഹ്യൂമാനിറ്റേറിയൻ വർക്കുകൾ, അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർ, ഹൈ അഡ്മിൻ CEO തുടങ്ങിയ ആൾക്കാർ നല്ല പ്ലാനേഴ്സാണ്, അവർക്ക് പ്ലാൻ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഈ സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മെയ് 15 വരെയുള്ള സമയത്ത് പ്ലാൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ലീഗൽ പ്രൊഫഷന്, ബിൽഡറാണ് അവർ, നന്നായിട്ട് ബിൽഡിങ്ങിലുണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസുകൾക്ക് ഉള്ളവർക്കെല്ലാം നല്ല ഒരു പ്രമോഷനോ കാര്യങ്ങൾ കിട്ടും. ആ സമയത്ത് മെഡിക്കൽ പ്രൊഫഷൻ, ഡിഫൻസ്, നേവി, കൊമേഴ്സ്, ബിസിനസ്സുകാർക്കെല്ലാം അനുകൂലമായിരിക്കും ഈ വർഷത്തിൻ്റെ 2ാം പകുതി എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, ഇപ്പോഴും ഷെയർ മാർക്കറ്റൊന്നും കളിച്ചിട്ട് വലിയ കാര്യമില്ല, അത് ഗുണകരമാകില്ല. അതുകൊണ്ട് അതിൽ കൂടുതൽ കളിക്കണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് ആക്കാം ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ളവരെല്ലാം ശ്രദ്ധിക്കണം. ഈ പിന്നെ മുതിർന്നവർക്ക് വലിയ ദോഷകരമായ ഒരു സമയമാണ് ഈ സമയം. രവി ശനി 7 മാറി 8 ശനി പോകുന്നത്. അപ്പോൾ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം, അസുഖങ്ങൾ കൂടാം. അതുകൊണ്ട് മുതിർന്ന ആൾക്കാർ ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർ കണ്ണൂരി പോകുമ്പോൾ അവർക്ക് വളരെ സൂക്ഷിക്കണം, അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചെറുപ്പക്കാരും ബൈക്കെല്ലാം എടുത്ത് കറങ്ങുന്നത് സൂക്ഷിക്കണം, അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അതിന് പകരം അവർ ചെയ്യേണ്ടത് അതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം. ബാക്കിയുള്ള ജനറലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അവരുടെ ഒരു നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ ആ ജനിച്ച ആൾക്കാർക്ക് തുലാം മാസം അനുകൂലമായ മാസമാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ
നല്ല സമയമാണ് അത്. പിന്നെ കൂടാതെ മകരമാസം കൊള്ളാം, തുലാം കൊള്ളാം, മകരം കൊള്ളാം, പിന്നെ മിഥുനവും ഇടവവും മിഥുനവും ഈ മാസങ്ങളും കൊള്ളാം. അപ്പോൾ അവർ കുറച്ച് ശ്രദ്ധിക്കണം. അവർ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഞാൻ അടുത്ത രണ്ടാമത്തെ 3, 4, 2, 3, 4 പാദങ്ങൾ ജനിച്ച കന്നി നിൽക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6ലാണ് ശനി നിൽക്കുന്നത്. 6ലെ ശനി വളരെ അത്യുത്തമമായ ശനിയാണ്. കൂടാതെ വ്യാഴം നിൽക്കുന്നത് 9ലാണ്. അപ്പോൾ 6ലെ ശനി മാർച്ച് 29-ന് 7-ലോട്ട് പോകും. 9 നിൽക്കുന്ന വ്യാഴം മെയ് 15-ന് 10-ലോട്ട് പോകും. ഈ 2 മാറ്റങ്ങളും ഇവർക്ക് പ്രയോജനകരമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രാജയോഗത്തിന് തുല്യമായ രീതിയിൽ അനുഭവിക്കുന്നു. ശനിയുടെ ഏറ്റവും നല്ല പൊസിഷൻ 6, അതുപോലെ വ്യാഴം 9-മാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് പറയുകയാണെങ്കിൽ മാർച്ച് മെയ് 15 വരെയുള്ള സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വർക്കുകൾ തീർക്കൊണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ച് അനുഭവമൊക്കെ തീർക്കാൻ നോക്കുക. എന്തെങ്കിലും കാര്യം നേടേണ്ട അനുഭവം ചെയ്യുക. അത് കഴിഞ്ഞാൽ സ്വല്പ സമയം അത്ര അനുകൂലമായിരിക്കില്ല ഇതേപോലെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തരം വളരെ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ അത് കഴിഞ്ഞ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് ഇത്രയും സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ അതിന് തടസ്സങ്ങളൊക്കെ വരും. ശനിയൊക്കെ 7 വരുമ്പോൾ കണ്ടശനി ആരംഭിക്കും. വീട്ടിൽ പ്രതിബന്ധങ്ങൾ വരും, പാർട്ണർഷിപ്പ്, ബിസിനസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചർച്ച വരും. അതൊക്കെ ആ ഒരു മാർച്ച് കഴിഞ്ഞ ശേഷമുള്ള കാര്യമാണ്. അതിൽ 9 വ്യാഴം നിൽക്കുന്ന അനുഗ്രഹമുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അതൊക്കെ അതിന് ചെറിയ ഭംഗങ്ങളൊക്കെ വരും. 10ലേക്ക് പോകുമ്പോൾ പ്രൊഫഷനിലൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും. ആർക്കൊക്കെയാണ് അതിൻ്റെ പറയുക കൂടുതലായിട്ട് ഈ ഗുണകരമായാലും മോശമായാലും പ്രശ്നങ്ങൾ വരുന്ന ഇൻ്റലിജൻറ്റ് പീപ്പിളാണ്. ഇവരുടെ ഇൻ്റലിജൻസാണ്, ഈ ടീച്ചേഴ്സാണ്, എഡ്യൂക്കേഷൻ ബേസ്ഡാണ് ഈ രാശിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ ഇപ്പോൾ വളരെ അനുകൂലമായ സമയമാണ്. ടാക്ട്ഫുള്ളാണ്. നിങ്ങൾ ടാക്ട്ഫുള്ളായി അല്ല ഉപദേശം പറയാനും ഒക്കെ നല്ല മിടുക്കന്മാരാണ്. അതിനൊക്കെ ഇപ്പം നിങ്ങൾ പോയാൽ കുഴപ്പമില്ല. ഈ മെയ് 15 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. പൊതുവെ ബിസിനസ് മൈൻഡാണ്. നിങ്ങൾക്ക് അതിന് മുമ്പോട്ട് ചാടി ഇറങ്ങാം, ഒരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ സ്റ്റുഡൻസാണ്. മാത്തമാറ്റീഷ്യൻസിനൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. എൻജിനീയറിങ്, ആസ്ട്രോണമി പ്രാക്ടീസ് ചെയ്യുന്നത്, അസ്ട്രോളജി അല്ല, ആസ്ട്രോണമിയുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടവർ ക്ലവറാണ്. ക്രിട്ടിക്കലാണ്. അക്കൗണ്ട്സ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ, ക്രിട്ടിക്കൽ നിരൂപണങ്ങൾ കഴിയുന്നവർക്കെല്ലാം ഇപ്പോൾ അനുകൂലമാണ്. അഡ്വർടൈസിംഗുകാർക്ക് അനുകൂലമാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, കറസ്പോണ്ടൻറ്റ്, മോട്ടിവേറ്റേഴ്സ് ഇവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഇപ്പം. അതൊക്കെ അനുകൂലമായിട്ട് അത് കീപ്പപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല മാസങ്ങൾ എന്ന് ഞാൻ പറയുന്നത്, ഒന്ന് വൃശ്ചിക മാസം വളരെ അനുകൂലമായ മാസമാണ്. തീരുമാനങ്ങൾ എടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും സർക്കാരുമായി സംബന്ധപ്പെട്ട കാര്യങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുംഭമാസവും വളരെ അനുകൂലമായ മാസമാണ്. പിന്നെ വരുന്നത് എന്താണ്, മിഥുനവും കർക്കിടകവും 2 മാസവും വളരെ അനുകൂലമാണ്. ഈ സമയത്തെല്ലാം മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ജം സജഷൻ പറയുകയാണ്, ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ ജം എന്ന് പറയുന്നത് സൂര്യൻ്റെ റൂബിയാണ്, നല്ല രത്നം. അതിൽ ഈ കന്നിരാശി ജനിച്ച ഉത്തര നക്ഷത്രക്കാരുടെ നല്ല രത്നം എന്ന് പറയുന്നത് എമറാൾഡാണ്, മരതകം, പച്ച. ഇത് സാറിന് ഇത് രാശി അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ജന്മസമയ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു ജ്യോതിഷിയെ കണ്ട ശേഷം അത് തീരുമാനിക്കുക. കുറച്ച് നമ്മുടെ പാരമ്പര്യ പരിഹാരങ്ങളെ പറ്റി പറയും. നിത്യവും ആദിത്യ പ്രാർത്ഥന ഇവിടെ അല്പസമയം വെയിലേൽക്കുന്നത് നന്നായിരിക്കും. ഒരു ആദിത്യ പ്രാർത്ഥന എന്നാൽ ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചിട്ട് കുറച്ച് നേരം രാവിലത്തെ ഉദയസൂര്യൻ്റെ വെയിൽ ഏൽക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉത്തരം ആദ്യപാതി ജനിച്ചവർക്ക് രാശിയാധിപനും സൂര്യനുമായ ആദിത്യ ഭജനം ഇത് വളരെ നന്നായിരിക്കും. ഞായറാഴ്ചയും ഉത്തരവും ചേർന്ന് വരുന്ന ദിവസം ഇവർ സവിശേഷ പ്രാധാന്യത്തോടെ ആദിത്യനെ ഭജിക്കുക. കന്നി ജനിച്ചവർക്ക് ബുധൻ്റെ പ്രീതികരമായെന്ന് വെച്ചാൽ അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്ര സന്ദർശനം വളരെ നന്നായിരിക്കും. ലാൽക്കിതാവ് പരിഹാരങ്ങളിൽ പെട്ട കാര്യങ്ങൾ പറയാം. ലാൽക്കിതാവ് പരിഹാരം വളരെ രസകരവും ചിലവ് കുറഞ്ഞതുമായ പരിഹാര മാർഗമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രചാരമുണ്ട്. ഞാൻ മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പരിഹാരങ്ങൾ ഇവയാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സൗജന്യമായി ഒന്നും സ്വീകരിക്കാതിരിക്കുക ആരെയും. എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് എന്തെങ്കിലും പ്രതിവാരം ചെയ്തിട്ട് അല്ല ഒരു സ്വീകരിക്കാവും. സൗജന്യമായിട്ട് സ്വീകരിക്കരുത്. അരി, വെള്ളി, പാൽ എന്നോ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന സൗജന്യമായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അരിയും വെള്ളിയും പാലും. നാളികേരം, എണ്ണ എന്നിവ ക്ഷേത്രത്തിൽ കൊടുക്കുക, ദാനം ചെയ്യുക.
അന്യർക്ക് ഭക്ഷണം നൽകുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നന്നായിരിക്കും. അന്തർക്ക് ഭക്ഷണം നൽകുക, ബ്ലൈൻഡ് ആൾക്കാർ. അസത്യം പറയരുത്, സദാചാരം കറക്റ്റായിട്ട് പാലിക്കണം. കാര്യം ഉത്തര നക്ഷത്രം ഒരു സ്പെഷ്യൽ നക്ഷത്രമാണ്, അതിൻ്റെ പ്രത്യേകതയാണ് സദാചാരം എന്ന് പറയുന്നത്. പിന്നെ പനഞ്ചക്കര വാനരന്മാർക്ക്, വാനരന്മാർക്ക് പനഞ്ചക്കര കൊടുക്കുക, ഞായറാഴ്ച കഴിഞ്ഞ് ഒരു നേരം ഉപവസിക്കുക, ഗോതമ്പ് പനഞ്ചക്കര എന്നിവ ദാനം ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ദൈവിക പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് സ്ട്രോങ് ആയി സൂര്യനെ ഭജിച്ച് രംഗത്ത് വരിക. അടുത്ത വർഷം വളരെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം.